നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 18-ാം ദിവസം. വിശുദ്ധ യൗസേപ്പിതാവ് ഏറ്റവും വിവേകമതിയായവൻ. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു, 30 വർഷത്തോളം വിശുദ്ധ യൗസേപ്പിതാവിനെ അനുസരിക്കാൻ സന്നദ്ധനായ ശിശുവായ ദൈവത്തെ അറിവ് പരിശീലിപ്പിക്കാൻ എത്ര വലിയ വിവേകമാണ് ആവശ്യമായി വരുന്നത്. എന്താണ് വിവേകം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവേകത്തെക്കുറിച്ച് ഒരു നിർവചനം തരുന്നുണ്ട്. വിവേകം എന്നത് ഓരോ സാഹചര്യത്തിലും നമ്മുടെ യഥാർത്ഥ നന്മയെ തിരിച്ചറിയാനും അത് പ്രാപിക്കുന്നതിനും വേണ്ടി ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും നമ്മുടെ പ്രായോഗിക ബുദ്ധിയെ സജ്ജീകരിക്കുന്ന സുഹൃതമാണ്. പ്രവർത്തനനിരതമായ ശരിയായ ബുദ്ധിയാണ് വിവേകമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതുന്നു. അത് ഭീരുത്വമോ ഭയമോ ദ്വന്ദ്ഭാവമോ കാപട്യമോ ആയി തെറ്റിദ്ധരിക്കരുത്. അത് സുഹൃത്തുക്കളുടെ സാരഥി എന്ന് വിളിക്കപ്പെടുന്നു. അത് നിയമവും അളവും നിശ്ചയിച്ച് മറ്റു സുഹൃത്തുക്കളെ നയിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നത് എല്ലാ പുണ്യങ്ങളുടെയും പ്രമുഖനാണ് വിവേകം എന്നാണ്. ഇതിൻ്റെ പ്രധാന ദൗത്യം എന്നത് മറ്റു പുണ്യങ്ങളായ ആത്മനിയന്ത്രണം, സ്ഥൈര്യം, നീതി തുടങ്ങിയവയെ ഭരിക്കുകയാണ്. വിവേകമില്ലാത്ത മനുഷ്യൻ ഒന്നുകിൽ അതിദയാലുവോ അല്ലെങ്കിൽ അമിത കാർക്കശ്യക്കാരനോ ആയിരിക്കും. രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും പുണ്യമാണ് വിവേകം. വിവേകമില്ലാതെ ഒരു നേതൃത്വത്തിന് ആത്മനിയന്ത്രണവും നീതിയും സ്ഥൈര്യവും അഭ്യസിക്കാൻ സാധിക്കില്ല. തിരുക്കുടുംബത്തിൻ്റെ രാജാവും നമ്മുടെ ആത്മീയ പിതാവുമായ വിശുദ്ധ യൗസേപ്പിതാവ് ഈശോ കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരുടെയും ഇടയിൽ വെച്ച് ഏറ്റവും വിവേകിയായ മനുഷ്യനാണ്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹം വിവേകത്തിന് മാതൃകയാണ്. തൻ്റെ ഭാര്യയുടെ ഗർഭധാരണത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു കാത്തിരുന്നു. മനുഷ്യനായി തീർന്ന ദൈവത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും എല്ലാ സാഹചര്യങ്ങളും തൻ്റെ പ്രവൃത്തികൾ വിവേകത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കുകയും ചെയ്തു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിവേകം അതിസ്വാഭാവികമായ വിവേകമാണ്. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു, മാനുഷിക വിവേകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതിസ്വാഭാവികമായ വിവേകം. മാനുഷിക വിവേകം ഒരു മനുഷ്യവ്യക്തിയെ വിഷമതകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒഴിവാക്കാൻ സഹായിക്കുന്നു. എന്നാൽ മറുവശത്ത് അതിസ്വാഭാവിക വിവേകം സഹനങ്ങൾ ഒഴിവാക്കാൻ അന്വേഷിക്കുന്നില്ല. അതിസ്വാഭാവിക വിവേകം സ്നേഹാധിക്യത്താൽ കുരിശുകൾ സ്വീകരിക്കുകയും എല്ലായ്പ്പോഴും മഹത്തായ നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിവേകം അതിസ്വാഭാവികവും വീരോചിതവുമാണ്. കുരിശിലെ ജ്ഞാനം ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ വിശുദ്ധ യൗസേപ്പിതാവ് സ്വതസിദ്ധമായും സ്വമനസാലെയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിച്ചു. സഹരക്ഷാത്മക സഹനങ്ങൾ എന്ന രഹസ്യം ആത്മാക്കൾക്ക് വെളിപ്പെടുത്തുന്നതിന് മുൻപ് സ്നേഹാധിക്യത്താൽ വിശുദ്ധ യൗസേപ്പിതാവ് ഇതിൽ ജീവിക്കാൻ തുടങ്ങി. വിശുദ്ധ യൗസേപ്പിതാവ് വിവേകം എന്ന പുണ്യം നമ്മിൽ വർദ്ധിപ്പിക്കും. അതിസ്വാഭാവിക വിവേകം അഭ്യസിക്കാൻ അദ്ദേഹം നമ്മെ സഹായിക്കും. എല്ലാ സാഹചര്യങ്ങളിലും വിവേകം നമ്മുടെ സാരഥിയാകാനും ദൈവത്തോടും അയൽപ്പക്കക്കാരോടുമുള്ള സ്നേഹത്തെ പ്രതി നന്മയായിട്ടുള്ളതെല്ലായ്പ്പോഴും ചെയ്യാൻ നമ്മെ നയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. അവിടെ നാം എത്രത്തോളം സഹിക്കണമെന്നുള്ളത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. ദൈവദാസൻ ജോൺ എ ഹാർഡൻ പറയുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള കൃത്യമായ അറിവാണ് വിവേകമെന്നും, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഒഴിവാക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുമുള്ള അറിവാണ് വിവേകമെന്നും വിശുദ്ധ യൗസേപ്പിതാവ് പഠിപ്പിക്കുന്നു എന്ന്. മാനുഷിക വിവേകമുള്ള മനുഷ്യൻ തൻ്റെ സ്വപ്നത്തിന് പ്രത്യുത്തരമായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിശുവിനെയും തൻ്റെ ഭാര്യയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടുകയില്ല. തൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുമെന്നും തൻ്റെ പുത്രൻ വിവാദ വിഷയമാകുമെന്ന് തൻ്റെ ഭാര്യയോട് പറയുന്ന മനുഷ്യനെ മാനുഷിക വിവേകമുള്ള മനുഷ്യൻ പെട്ടെന്ന് തന്നെ ശകാരിക്കും. വിശുദ്ധ യൗസേപ്പിതാവ് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ അദ്ദേഹം അതിസ്വാഭാവിക മനുഷ്യനാണ്. അദ്ദേഹം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിവേചിക്കുന്നു, പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാരഥി വിവേകമാണ്. അദ്ദേഹത്തോടൊപ്പം അതിസ്വാഭാവിക വിവേകം എന്ന പുണ്യം നമ്മുടെയും സാരഥിയാകും.
വില്യം ജോസഫ് ഷാമിനാദിയുടെ വാക്കുകൾ ഇങ്ങനെ: അദ്ദേഹം എല്ലായ്പ്പോഴും വിവേകിയും വിശ്വസ്തനുമായ ദാസനുമായി നിലകൊള്ളുന്നു. യൂദാ രാജാക്കന്മാരുടെ കുടുംബത്തിലെ വിശുദ്ധ യോസേ പിതാവ് ദരിദ്രവും മറഞ്ഞിരിക്കുന്നതുമായ ജീവിതം നയിക്കുന്നു. എന്തെന്നാൽ ദുർബലനും എളിമയുമുള്ള ദൈവത്തിൻ്റെ പിതാവും പരിപാലകനുമായി തീരാൻ അദ്ദേഹം നിശ്ചയിക്കപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് ദൈവത്തോട് സാമ്യമുണ്ട്. നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേ പിതാവിൻ്റെ അതിസ്വാഭാവിക വിവേകം നമ്മളിലും നിറയാൻ വേണ്ടി നമുക്കും ഈ നിർമ്മല ഹൃദയ പ്രതിഷ്ഠയിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. കരം പിടിക്കണമേ, കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകൻ്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകൻ്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അതിജീവനത്തിൻ്റെ നാളുകളിൽ, അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അതിജീവനത്തിൻ്റെ